എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു, അതിലുപരി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴ്. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്നവരെന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തവരെ, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ചില 3-4 തവണ ഞാൻ പറഞ്ഞിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് സമയം എടുത്തായിരിക്കും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതിയാകും. കാരണം നമ്മളൊരു ക്ലാസ് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം. അപ്പൊ നമുക്കത് കിട്ടുന്നില്ല എങ്കിൽ നമ്മളത് മറ്റുള്ളവരിലോട്ട് എത്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു, അതിലുപരി നിങ്ങൾക്കത് മനസ്സിലാവുന്നു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സലിന്റെ ക്ലാസ്സുകളാണ്. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാർട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. വേറെ വിശേഷമൊന്നുമില്ല. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എക്സലിന്റെ ക്ലാസ്സുകളാണ്. അപ്പം എക്സലിന്റെ ഒരു ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളൊക്കെ ചെയ്ത് മാക്സിമം ക്ലാസ്സുകൾ നിങ്ങളിൽ എത്തിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു പാർട്ട് 3 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് നമ്മുടെ എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ആരെങ്കിലും നമ്മളുടെ പഴയ ക്ലാസ് കാണാത്തവർ ഡയറക്റ്റ് ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ് കൂടെ കയറി കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം, അതായത് ആദ്യത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൽ ഷീറ്റിൽ നമുക്ക് ആവശ്യമായ ഡാറ്റാസ്, അതായത് വിവരങ്ങൾ ആഡ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ആഡ് ചെയ്ത വിവരത്തിനെ നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഡയറക്റ്റ് ഒരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല. അപ്പൊ അതിനെ കുറച്ചുകൂടെ നമുക്ക് അട്രാക്റ്റീവ് ആക്കി അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാമെന്ന് കൂടെ നോക്കാം. അതായത് ഇപ്പൊ ഡയറക്റ്റ് നമ്മളുടെ ഈ ഒരു ക്ലാസ് കാണുന്നവരാണെങ്കിൽ അവർക്കും അത് യൂസ്ഫുൾ ആണ്. അല്ലാതെ നമ്മളുടെ സ്ഥിരം ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആണ്. കാരണം നമ്മളത് എത്രത്തോളം കേൾക്കുന്നു അത് നമ്മളുടെ മൈൻഡിൽ ഹോൾഡ് ആയിക്കോളും. അപ്പൊ പിന്നെ അതൊരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. നമുക്കൊരു എക്സലിന്റെ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെത്തേഡാ പറയുന്നത്. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ 3 മെത്തേഡ് പറഞ്ഞു. അതായത് 3 ഡിഫറെന്റ് മെത്തേഡിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇന്നിപ്പോ ഞാൻ പറയുന്നത് ഒരൊറ്റ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കാണുന്ന ഈ സ്ക്രീനിൽ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീന്, ഇതിന്റെ പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അതായത് ഓപ്പണിംഗ് സ്ക്രീൻ. ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെങ്കിലും, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മൗസ് കണക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിന്റെ ഏറ്റവും മുകളിൽ വലത്തുവശത്ത് താഴത്തെ പോർഷനിൽ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റൈറ്റ് ക്ലിക്കിന്റെ സെയിം ഫംഗ്ഷൻ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഈ ഏറ്റവും താഴത്തെ പോർഷനിൽ വേണം നമ്മളിങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും. ഇതിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പുതിയൊരു വർക്ക്ഷീറ്റ് ഇവിടെ വരും. ഇനി നമ്മുടെ ഈ ഒരു വർക്ക്ഷീറ്റിനെ നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഇപ്പൊ ഇത് ഒരു ഷീറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണത്തില്ല. അല്ലെങ്കിൽ അകത്തോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ അകത്തോട്ട് കയറണമെങ്കിൽ
ഈ ഒരു കാര്യത്തിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷീറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക മൗസ്. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ അടുപ്പിച്ച് 2 തവണ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അടുപ്പിച്ച് 2 തവണ ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തവണ ടച്ച് ചെയ്തു എന്നിട്ട് ഒരു ഇച്ചിരി ടൈം എടുത്തിട്ട് വീണ്ടും ടച്ച് ചെയ്താൽ അത് ഓപ്പൺ ആയി വരത്തില്ല. അടുപ്പിച്ച് 2 തവണ നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തൊരു കാര്യവും ഓപ്പൺ ചെയ്യുന്നത്. അതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരും. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് പഠിച്ചത്. അതായത് ഒരു എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്യാനാണ് പഠിച്ചത്. നമ്മളിവിടെ കുറച്ച് ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് എന്താണ് എന്ന്. കാരണം കുറച്ച് പേരുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മനസ്സിലാവുന്നില്ല, ഇതെന്താണ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം നമുക്കറിയാം, ആ ഒരു ടേബിളിന് അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് ഇരിക്കുന്ന കോളത്തിന് ഒരു ടൈറ്റിൽ ഇല്ല. അപ്പൊ ടൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എളുപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതെന്താണെന്ന്. ചിലപ്പോ ഫസ്റ്റ് വൺ നമുക്കറിയാം നെയിംസ് എന്ന് പറയുന്ന കോളമാണ്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അടുത്ത വരുന്ന 2 കോളം എന്താണെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ടൈറ്റിൽ ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിലെ ഓരോ കോളത്തിനും നമുക്ക് എങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പം ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിന്റെ മുകളിൽ ഒരു റോ കൂടെ വേണമായിരുന്നു. അതായത് ഈ പേരിരിക്കുന്ന കോളത്തിന്റെ മുകളിൽ ഒരു സെല്ല് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഇതുപോലൊരു റോ വേണമായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് പോയപ്പം അവിടെ ഒരു റോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇതിനെല്ലാം ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ അതിനൊരു പുതിയ റോ നമുക്ക് ആവശ്യമാണ്. അപ്പൊ റോ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം ഈ ഫസ്റ്റ് വൺ നമ്പർ 1 എന്ന് പറയുന്നത് ഇതൊരു റോ ആണ്. അതുപോലെ തന്നെ നമ്പർ 2, നമ്പർ 3 ഇങ്ങനെ കാണുന്നതാണ് റോ. കോളം എന്ന് പറഞ്ഞാൽ ഈ ABCD, അതായത് A കോളം, B കോളം, C കോളം, D കോളം അങ്ങനെ പോകുന്നതാണ് കോളം. അപ്പൊ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ടൈറ്റിൽ ആഡ് ചെയ്യാൻ നമുക്ക് പുതിയ ഒരു റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈ ഫസ്റ്റ് റോ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അതായത് എവിടെയാണോ നമുക്ക് പുതിയ ഒരു റോ വേണ്ടത് അതിന്റെ തൊട്ട് താഴത്തെ റോയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പം ഈ 5, 15, 5, 21 അല്ലെങ്കിൽ 10, 4, 85 ഈ ഒരു റോയുടെ മുകളിലാണ് നമുക്ക് പുതിയൊരു റോ വേണ്ടത്, അതായത് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എവിടാണോ നമുക്ക് പുതിയ ഒരു റോ വേണ്ടത് അതിന്റെ തൊട്ട് താഴെയുള്ള റോ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം, ഈ റോ മൊത്തത്തില്. അപ്പൊ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റോയുടെ പേര്, സൈഡിൽ കിടക്കുന്ന റോയുടെ പേര് നമ്പർ 1. അപ്പൊ ഈ നമ്പർ 1ലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റോ മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റോ ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ 2, 3 ആണെങ്കിൽ 3. അപ്പൊ ഏത് റോ ആണോ നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സൈഡിലുള്ള റോയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ റോയുടെ പേരെന്ന് പറഞ്ഞാൽ സൈഡിൽ കാണുന്ന 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. അത് സീരിയൽ നമ്പർ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് റോയുടെ പേരാണ്. ഇനി കോളത്തിന്റെ പേരാണ് നമ്മൾ ഈ കാണുന്ന ABCD മുകളിൽ കാണുന്ന. അപ്പൊ ഓരോ കോളത്തിനെയും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കോളത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ABC. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു കോളം മൊത്തത്തിൽ സെലക്ട് ആകുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കൊരു പുതിയ റോ ആഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം എവിടാണോ റോ വേണ്ടത് അതിന്റെ തൊട്ട് താഴെയുള്ള റോ വേണം സെലക്ട് ചെയ്യാൻ. അപ്പം ഈ 1 സെലക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ 1ന്റെ അവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മൗസ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും. ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
നമുക്കിതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഐഡിയ കിട്ടും ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇവിടെ കട്ട് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പി ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, അങ്ങനെ താഴോട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരു റോ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലും അതിലോട്ട് ഇങ്ങനെ മൗസ് ഒന്നുകൊണ്ട് വെക്കുക. അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. നമുക്ക് ഈ മൗസ് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും നീളമുണ്ട് അതിന്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് പുതിയ ഒരു റോ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള റോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. നമുക്ക് എവിടെയാണോ പുതിയ റോ ആഡ് ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് താഴെയുള്ള റോ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ 4ാമത്തെ റോയുടെ മുകളിലാണ് പുതിയൊരു റോ വേണ്ടത്. അപ്പൊ നമ്മള് ഈ 4 എന്ന് പറയുന്ന റോ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയുടെ മുകളിൽ പുതിയ ഒരു റോ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എവിടെ വേണേലും പുതിയ റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. ഈ പറയുന്നത് എനിക്ക് ഒരു തവണ പറയുന്നതാണ് നല്ലത്, കാരണം നിങ്ങൾക്ക് ക്ലാസ് കാണണമെങ്കിൽ പുറകോട്ട് സ്കിപ്പ് ചെയ്ത് പോയി കാണാം. അപ്പൊ നമ്മളിത് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്കിപ്പ് ചെയ്ത് പോയി കാണേണ്ട ആവശ്യവുമില്ല. നമുക്കത് പലതവണ കേട്ട് കഴിയുമ്പോൾ അത് നമ്മളുടെ മെമ്മറിയിൽ അത് ഹോൾഡ് ആയിക്കോളും, പിന്നെ നമ്മൾ മറന്നു പോകത്തുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പുതിയ ഒരു റോ ആഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു റോയുടെ മുകളിലാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഈ അഞ്ജു എന്ന് പറയുന്ന ഈ ഒരു റോയുടെ ആ ഒരു മൊത്ത റോ സെലക്ട് ചെയ്യാനായിട്ട് ഈ റോയുടെ പേരിൽ നമ്പർ 1 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും ഇൻസേർട്ട്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പുതിയൊരു റോ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കാൻ എളുപ്പമാണ്, കാരണം ഈ അഞ്ജു എന്ന് പറയുന്നതിന്റെ തൊട്ട് മുകളിലത്തെ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് സെല്ലിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക, ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു സെൽ ഇങ്ങനെ ആക്റ്റീവ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ടൈറ്റിൽ എന്താന്ന് വെച്ചാൽ കൊടുക്കാം, എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സെല്ലിനകത്ത് ടൈറ്റിൽ കൊടുത്തു, അതായത് നെയിം എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സെല്ലിലോട്ട് പോകാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അപ്പൊ ആ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെല്ലിലോട്ട് ഡയറക്റ്റ് അങ്ങ് പൊക്കോളും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ അപ്പുറത്തോട്ട് അങ്ങ് പൊയ്ക്കോളും. അവിടോട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് കൊടുക്കാം, ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇനി 3ാമത്തെ സെല്ലിലോട്ട് പോകാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സെല്ലിലോട്ട് പോകും. അവിടോട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കൊടുക്കാം. ചുമ്മാ നമ്മൾ കുറച്ച് വാല്യൂസ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ പുതിയ ഒരു റോ ആഡ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ ആഡ് ചെയ്ത റോയിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കാനും പഠിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാല് ഇത്രയും വലിപ്പമൊന്നും അല്ല. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ചെറിയതാണ് ഇതിന്റെ സൈസ്. അപ്പൊ ഈ ചെറുതായിട്ടുള്ളതിനെ ഞാനിപ്പോ ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇതിനെ വലുതാക്കാൻ പറ്റും. വലുതാക്കിയതിനെ നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റും, ഇറ്റാലിക്സ് ആക്കാൻ പറ്റും, ഇതിന് കളർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടേബിളിന് ബോർഡർ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മളുടെ വരുന്ന ക്ലാസ്സുകളിൽ, ഇന്ന് അതുകൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു, പക്ഷെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഒരുപാടായി പോകും. അപ്പൊ ക്ലാസ് കുറച്ച് വലുതായി പോയാലും നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കൊരു എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും, ഇതിനെ വലുതാക്കണമെങ്കിലും, ഇതിന് കളർ കൊടുക്കണേലും ബോർഡർ കൊടുക്കണേലും എന്തൊരു കാര്യം കൊടുക്കണമെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം. അപ്പൊ ഒരു കാര്യം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്. ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് സിമ്പിൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കീബോർഡിലെ കൺട്രോളും അതുപോലെ തന്നെ ആൽഫബറ്റ് എയും കൂടെ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഷീറ്റ് മൊത്തത്തിൽ, ആ ഒരു ഷീറ്റിൽ എന്തൊക്കെ കാര്യമുണ്ടോ അത് മൊത്തത്തില് സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ കീയും
ആൽഫബറ്റ് എയും. അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്യണം, അതുപോലെ തന്നെ അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എ. ഇതിപ്പോ നമ്മുടെ വെർച്വൽ കീബോർഡ് ആയതുകൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കീബോർഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും പ്രസ് ചെയ്യണം, അടുത്ത ഫിംഗർ കൊണ്ട് എയും പ്രസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം രണ്ട് കീയും പ്രസ് ആയിരിക്കണം, എങ്കിലേ ഇത് സെലക്ട് ആകത്തുള്ളൂ. അപ്പം ഈ കൺട്രോളും എയും ചെയ്തപ്പം മൊത്തം സെലക്ട് ആയി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പേജിലുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ടേബിൾ മാത്രം, ഈ ടേബിൾ ഇത്രയും മാത്രം സെലക്ട് ആയാൽ മതി. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ടേബിളിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ സെൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആദ്യത്തെ സെൽ എന്ന് പറഞ്ഞാൽ ഈ നെയിം ആണ്. അപ്പൊ നെയിം എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അതിനുശേഷം കൺട്രോൾ പ്ലസ് എ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആ ടേബിൾ മാത്രം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ മാത്രം സെലക്ട് ആകും. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയാം, ഡയറക്റ്റ് നമ്മൾ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് ആ ഷീറ്റ് മൊത്തത്തിൽ സെലക്ട് ആകും. നമുക്ക് നമ്മുടെ ഈ ടേബിൾ മാത്രം മതി. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ആദ്യത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആദ്യത്തെ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പ്ലസ് എ കൊടുത്താൽ ആ ടേബിൾ മാത്രമേ സെലക്ട് ആകത്തുള്ളൂ, അല്ലാതെ ഈ ഷീറ്റ് മൊത്തത്തില് സെലക്ട് ആകത്തില്ല. അതാണ് ഒരു കാര്യം. ഈ ഒരു ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡും കൂടെ നോക്കാം, അതെങ്ങനെയാണെന്ന്. അപ്പൊ അതിനും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ടേബിളിലെ വാല്യൂസ് ഇരിക്കുന്ന ആദ്യത്തെ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. ആദ്യത്തെ സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരുള്ള സെല്ലാണ്. അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം കീബോർഡിലെ കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും റൈറ്റ് ആരോ കീയും കൂടെ പ്രസ് ചെയ്യുക. 3 കീ ആണ്, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ. ഇത്രയും കീ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വലതുവശത്തെ അവസാനത്തെ സെല്ല് വരെ സെലക്ട് ആയേക്കുന്ന കാണാം. ഇപ്പൊ നമ്മുടെ ഈ ടേബിളിലെ വലതുവശത്തെ അവസാനത്തെ സെല്ല് വരെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിന്റെ താഴോട്ട് സെലക്ട് ആകാനായിട്ട് ചെയ്യേണ്ട കാര്യം കൺട്രോൾ കീ ഷിഫ്റ്റ് കീ ഡൗൺ ആരോ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ടേബിളിന്റെ താഴോട്ടുള്ള അവസാനത്തെ സെല്ല് വരെ സെലക്ട് ആകും. അപ്പൊ ഇങ്ങനെയും നമുക്ക് വലിയ വലിയ ടേബിളുകൾ ആണെങ്കിൽ അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2 മെത്തേഡ് പറഞ്ഞു, ഒന്നുകൂടെ പറയാം. നമുക്ക് ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ ഷോർട്ട് കട്ട് ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ കൺട്രോളും ആൽഫബറ്റ് എയും കൂടെ പ്രസ് ചെയ്യുക. ഇതൊരു മെത്തേഡാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര വലിയ ടേബിൾ ആണെങ്കിലും അതിനകത്തെ മൊത്തം കാര്യങ്ങളും സെലക്ട് ആകും. ഇനി പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. അതിനും ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ്. ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് ആരോ ചെയ്ത് കഴിയുമ്പോൾ വലതുവശത്തെ അവസാനത്തെ സെല്ല് വരെ സെലക്ട് ആകും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം. ഇനി താഴോട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അപ്പൊ ഇങ്ങനെയും നമുക്ക് വലിയ വലിയ ടേബിളുകൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 2 മെത്തേഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് മാത്രം ഫോളോ ചെയ്യുക. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക. കാരണം നമ്മളൊരു തിയറി ക്ലാസ് കേട്ട് പഠിച്ചുകൊണ്ട് നമുക്കൊരു എക്സൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ പ്രാക്ടീസിലൂടെ ചെയ്ത് നമ്മളുടെ കയ്യിൽ കൊണ്ടുവരാനേ സാധിക്കത്തുള്ളൂ. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ എന്നിവിടെ പറയുക. നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.